بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അദമ്യമായ സ്നേഹപ്രകടനത്തിന്റെ ഒരു പ്രത്യേക ഉന്മേഷം കിട്ടുന്ന, ആവേശം കിട്ടുന്ന ഒരു കാലയളവാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് ഒന്നുകൂടി ദുആ ചെയ്യുകയാണ്. നബി സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങോട്ട് സ്നേഹിക്കുക എന്ന പോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ഹദീസുകളിൽ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നതിന്റെ അർത്ഥവും അതിന്റെ ഗൗരവവും മനസ്സിലാക്കിയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണമായ നബി സ്നേഹത്തിൽ നാം കുറച്ചുകൂടി ഉത്സാഹം കാണിക്കും എന്നുള്ളത് തീർച്ചയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സംഭവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളുടെ ഇടയിൽ എങ്ങനെയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തി തരലാണ്. ഉദാഹരണമായി മഹാനായ ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ടല്ലോ, ഖന്തക്കിന്റെ കിടങ്ങ് കീറുന്ന സമയത്ത് വയറിൽ 2 കല്ല് വെച്ച് കെട്ടിയ സംഭവം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പതിവ് അറബികളിൽ ഉണ്ടായിരുന്നോ? എന്താ അങ്ങനെ കാണിക്കാൻ കാരണം? ഇത് സംബന്ധമായിട്ട് മഹാനായ ശൈഖ് അലി ഇബ്നു മുഹമ്മദ് അബുൽ ഹസൻ നൂറുദ്ദീൻ അൽ മുല്ല അൽ ഹർവി അൽ ഖാരി എന്നവർ അദ്ദേഹത്തിന്റെ ജംഉൽ വസാഇലി ഫി ശർഹ് ശമാഇൽ എന്ന കിതാബിൽ പറയുന്നുണ്ട്, സാധാരണ ശരീരത്തെ പരിശീലിപ്പിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അറബികൾ, അല്ലെങ്കിൽ മദീനയിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ പൊതുവെ അവർക്ക് വിശപ്പ് ശക്തമായി വരികയും അവരുടെ വയറ് കാലിയായിരിക്കുന്ന അവസ്ഥയിൽ വയറ് കാലിയായിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ പതിവ് വയറ്റിൽ കല്ല് വെച്ച് കെട്ടുന്ന പതിവ് അറബികളിൽ ഉണ്ടായിരുന്നു, മദീനക്കാരിൽ ഉണ്ടായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ വയറ് ഗ്യാസ് കൊണ്ട്, ഏറുകൊണ്ട് വായു കെട്ടി വീർത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കല്ല് വെച്ച് കെട്ടുക എന്ന രീതി അവർ ചെയ്തിരുന്നത്. അങ്ങനത്തെ ഒരു സ്വഭാവം അറബികളിൽ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് മദീനക്കാരിലുണ്ടായിരുന്നു. അങ്ങനെ വിശപ്പ് കൂടുന്ന സന്ദർഭത്തിലാണ് ഇത് ചെയ്യല്. മാത്രമല്ല വലി അല്ലാ യൻസില അംആഉഹു, ആമാശയത്തിന് തൂക്കം വന്നു പോകും വിശപ്പ് കൂടുമ്പോൾ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവരിവിടെ ഈ വിശപ്പോടുകൂടി കഠിനാധ്വാനം ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ ചെയ്യാറ്. കല്ല് വയറ്റിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ജോലി എളുപ്പമാവും, അവരുടെ മുതുക് വളയാൻ എളുപ്പമാണ്. ഈ രീതിയിലുള്ള ഒരു ഹിക്മത്താണ് വയറ്റിൽ കല്ല് വെച്ച് കെട്ട എന്നത്. സാധാരണ ശക്തമായ വിശപ്പ് വരുമ്പോൾ ഒരു കല്ല വെച്ച് കെട്ടാറ്. അതിനപ്പുറം എന്ന് തോന്നിയാൽ ചില സമയത്ത് 2 കല്ല് വെച്ച് കെട്ടുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. ഇങ്ങനെ 2 കല്ല് വെച്ച് കെട്ടൽ വളരെ അപൂർവമാണ്. അത്യധികം വിശപ്പുണ്ടാകുമ്പോൾ മാത്രമാണ് അങ്ങനെ ചെയ്യാറ്. എന്നാൽ ഖന്തക്കിന്റെ കിടങ്ങ് കീറുന്ന സന്ദർഭത്തെ കുറിച്ച് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, അബൂ തൽഹ റളിയല്ലാഹു അൻഹു തുടങ്ങുന്ന സ്വഹാബികൾ പറയുന്നത് കണ്ടോളൂ.
ശകൗനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൽ ജൂഅ. നബിയോട് ഞങ്ങൾ വിശപ്പിന്റെ കാര്യം പരാതി പറഞ്ഞു. നബിയെ സഹിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത വിശപ്പ്, കുറച്ച് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. ആ സ്വഹാബികൾക്ക് ഹബീബായ നബി തങ്ങൾ മറുപടി കൊടുക്കാൻ പോവാ. ഞങ്ങൾ ഓരോരുത്തരും വയറ് കാണിച്ചു കൊടുത്തു. വയറ്റിൽ വെച്ച് കെട്ടിയ കല്ല് കാണിച്ചു കൊടുത്തു. ഞങ്ങളുടെ മേൽക്കുപ്പായം പൊക്കി കാണിച്ച് വയറ്റിൽ വെച്ച് കെട്ടിയ ആ കല്ല് വെച്ച് കെട്ടുന്ന അത്രയും വിശപ്പ് ഞങ്ങൾക്കായിട്ടുണ്ട് നബിയെ എന്ന് കാണിച്ചു കൊടുത്തു. പ്രതികരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിലല്ല. ഫറഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബത്നിഹി അൻ ഹജറൈൻ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മേൽവസ്ത്രം, ഷർട്ട് അല്ലെങ്കിൽ ജുബ്ബ അത് ഉയർത്തി കാണിച്ച് അവിടുത്തെ വയറ് കാണിച്ചു കൊടുത്തപ്പോ അവിടെ 2 കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നു. ഈ സംഭവം ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നു. കാരണം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറഹും ജൂഅൻ വഅശദ്ദഹും റിയാള ഫറബത അലാ ബത്നിഹി ഹജറൈനി. ജംഉൽ വസാഇൽ ഫി ശർഹ് ശമാഇൽ എന്ന കിതാബ് ഈ വസ്തുതയെ, ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഉദാഹരണമായി പറയുന്നു. മുത്തുനബിക്ക് ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായ വിശപ്പും അവരെക്കാൾ സ്വഹാബികളെക്കാൾ ഏറ്റവും കൂടുതൽ തളർച്ചയും ഉണ്ടായിരുന്ന സന്ദർഭമായിരുന്നു, അവരെക്കാൾ ഇരട്ടി. എന്തിനാണ് ഈ സംഭവം പറഞ്ഞത്? ഒരു നേതാവ്, സാധാരണ നേതാവല്ല, ലോകത്തിന്റെ നേതാവ് അവിടുത്തെ അനുയായികളെ, ഉമ്മത്തിനെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നതിന്റെ ഒരു രീതിയാ പറഞ്ഞത്. സുഖലോലുപതയിൽ കഴിഞ്ഞിട്ട് അണികളെ കഷ്ടപ്പെടുത്തുന്ന സ്വഭാവം മുത്തുനബിക്ക് ഉണ്ടായിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അണികളുടെ കൂടെ അവരിൽ ഏറ്റവും വലിയ ത്യാഗി, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ത്യാഗിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അവരോടുള്ള സ്നേഹമായിരുന്നു. ഉമ്മത്തിനെ ഇത്ര കണ്ട് സ്നേഹിച്ച നബി കേട്ടോളൂ. പരിശുദ്ധ ഖുർആൻ ഈ നബിയെ കുറിച്ച് പ്രകീർത്തിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ നബിയുടെ സ്വഭാവവും ഈ നബിയുടെ രീതിയും തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നബിയെ കുറിച്ച് ഇഞ്ചീൽ പറഞ്ഞിട്ടുണ്ട്. തൗറാത്തിലൊക്കെ നബിയെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? തൗറാത്ത് ഇപ്പൊ നമ്മുടെ കയ്യിലില്ലല്ലോ, നമ്മൾ നോക്കിയാൽ തൗറാത്തിൽ കണ്ടാലും മനസ്സിലാവില്ല. എന്നാൽ തൗറാത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. തൗറാത്തിൽ ഇങ്ങനെയാ പറഞ്ഞെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. സൂറത്തുൽ അഅറാഫിന്റെ 157-ാമത്തെ ആയത്ത് എന്താ പറഞ്ഞത്? ഹബീബിനെ കുറിച്ച് തൗറാത്ത് വിശേഷിപ്പിച്ചത് എങ്ങനെയാന്നാ പറഞ്ഞത്? അതായത് തൗറാത്തിൽ ഇങ്ങനെയാ ഉള്ളത്. എങ്ങനെ? തൗറാത്തിൽ എങ്ങനെയാ ഉള്ളത്? അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യൽ ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലും മുത്തുനബിയെ കുറിച്ച് രേഖയുണ്ടെന്ന് ഖുർആൻ. എന്താണ് ആ രേഖ? മുത്തുനബിയെ കുറിച്ച് തൗറാത്തിലും ഇൻജീലിലും രേഖയുണ്ട്. എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവിടെയുള്ളത് ഈ ഹബീബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ.
ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയും ചീത്തയായ കാര്യങ്ങൾ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുകയും ചെയ്യുന്ന നബിയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തൗറാത്തിൽ രേഖയായിട്ടുണ്ട്. അങ്ങനത്തെ നബിയാണ് മുഹമ്മദ് നബി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, പരിശുദ്ധമായത് ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് ഈ നബി. ഹലാലുകളെ തിരിച്ചു കൊടുത്ത നബിയാണ്. ചീത്തയായ കാര്യങ്ങളെ ഹറാമാണെന്ന് പ്രഖ്യാപിച്ച നബിയാണ്. അന്ത്യപ്രവാചകനെന്ന് തൗറാത്തിൽ ഈ നബിയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഖുർആൻ. മാത്രമല്ല ആ കൂട്ടത്തിൽ ഈ നബിയെ കുറിച്ച് തൗറാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയളഉ അൻഹും ഇസ്റഹും വല്ലഗലാലല്ലതി കാനത് അലൈഹിം. ഈ നബി ദീൻ പറയാൻ ചൊല്ലുന്ന സമൂഹത്തിൽ വരുന്ന ഭാരങ്ങൾ ഈ നബി ഏറ്റെടുക്കുന്ന നബിയാ. പ്രിയപ്പെട്ട ഉമ്മത്തിലുള്ള ചങ്ങലകളും കൂച്ചുവിലങ്ങുകളും ഏറ്റെടുക്കുന്ന നബിയാ. ഭാരമേറ്റെടുക്കുന്ന നബിയാ. ഉമ്മത്തിന്റെ ഭാരമേറ്റെടുക്കുന്ന നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഉമ്മത്തിനോട് സ്നേഹമുണ്ടെന്ന അതിനർത്ഥം. അപ്പൊ തൗറാത്തിൽ പോലും ഈ നബിയെ വിശേഷിപ്പിച്ചത് അങ്ങനെയാ, നമ്മോട് സ്നേഹമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുയായികൾ സേവനം ചെയ്യുന്നതിൽ അനുയായികൾക്ക് അങ്ങോട്ട് സേവനം ചെയ്ത് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്നതിൽ അതിലാണ് സന്തോഷം എന്ന് കണ്ടെത്തിയ മുത്തുനബി സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു സംഭവം പറയാം. മഹാനായ ശൈഖ് അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ഇബ്നു അബ്ദുൽ ബാഖിർ സർഖാനി, മാലിക്കി മദ്ഹബിലെ വലിയ മഹാനായ പണ്ഡിതൻ, ഹിജറയുടെ 1122 വഫാത്തായ മഹാനായ ഇമാം സർഖാനി, അവിടുത്തെ ശർഹു സർഖാനി അലൽ മവാഹിബിൽ ലദുന്നിയത്തി ബിൽ മൻഹിൽ മുഹമ്മദിയ എന്ന കിതാബിൽ പറയുന്ന ഒരു സംഭവം കണ്ടോളൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ കൂടെ ഒരു യാത്രയിൽ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു യാത്രയുടെ സന്ദർഭത്തിൽ യാത്രയിൽ ഭക്ഷണത്തിന്റെ സന്ദർഭം വന്നപ്പോ ആട് സുലഭമായി ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ആടിന്റെ മാംസം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അത്. യാത്രയിലെ സ്വഹാബികളോട് പറഞ്ഞു, അമറ സ്വഹാബഹു ബി സുലാഹി ഷാത്തിൻ, ഒരാടിനെ നന്നാക്കാൻ പറഞ്ഞു, ഒരാടിനെ ശരിയാക്കാൻ, കറി വെക്കാൻ, അല്ലെ ചുടാൻ, അതുമായി ബന്ധപ്പെട്ട ഒരു ഭക്ഷണം തയ്യാറാക്കാൻ പോവാ. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആടിനെ ശരിയാക്കണം. യാത്രയിലെ വിശ്രമമാണ്, ഭക്ഷണം ഉണ്ടാക്കണം, എല്ലാവരും വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. ഒരു സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ് അലയ്യ ദബ്ഹുഹാ, ആടിനെ ശരിയാക്കാൻ പോവാ നബിയേ, ആടിനെ ഞാൻ അറുത്തോളാം. ഒരു സ്വഹാബി പറഞ്ഞു, ഞാൻ ആടിനെ അറുത്തോളാം. അപ്പൊ മറ്റൊരു സ്വഹാബി പറഞ്ഞു, വഖാല ആഖറു യാ റസൂലല്ലാഹ് അലയ്യ സൽഖുഹാ, മറ്റൊരു സ്വഹാബി പറഞ്ഞു, നബിയേ ഞാൻ അതിന്റെ തൊലി പൊളിച്ചോളാം. അപ്പൊ വേറൊരു സ്വഹാബി, മൂന്നാമതൊരു സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ് അലയ്യ തബ്ഖുഹാ, ഇതിന്റെ മാംസം ഞാൻ പാചകം ചെയ്യാം നബിയേ. മൂന്ന് സ്വഹാബി ഇങ്ങനെ പറഞ്ഞു, ഓരോരുത്തർ ഇങ്ങനെ ചാണ്ടി ചാണ്ടി ഓരോന്ന് പറയാം. നാലാമതൊരു സ്വഹാബിനെ പറയേണ്ടി വന്നില്ല. നാലാമത് ഈ പറഞ്ഞ മൂന്നതിനേക്കാളും ശ്രമകരവും അധ്വാനവും കൂടിയ പണിയാണ് നാലാമത്തെ ആള് പറഞ്ഞത്. നാലാമത്തെ ആള് സ്വഹാബി അല്ല പറഞ്ഞത്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലയ്യ ജംഉൽ ഹതബി, ഇത് പാചകം ചെയ്യാനുള്ള വിറക് ഞാൻ കൊണ്ടുവരാം സ്വഹാബ. ആടിനെ അറക്കാൻ പാടില്ല, ആടാ നിൽക്കണേ, അങ്ങോട്ട് അറുത്താൽ മതി, അർത്ഥം അവിടെ ഇട്ടാ തൊലി ഒളിച്ചാൽ മതി. അത് പാചകം ചെയ്യാൻ അതെല്ലാം കയ്യിൽ മുന്നിൽ വരും, അന്നേരം പാചകം ചെയ്താൽ മതി. ഇതങ്ങനെയല്ല, അപരിചിതമായ നാട്ടിലാണ് ഇപ്പോൾ തമ്പടിച്ചത് വിശ്രമിക്കാൻ. നീ എവിടെ വിറകെന്ന് അന്വേഷിച്ചു പോകണം, അത് കണ്ടെത്തണം. കണ്ടെത്തി അത് ഒടിച്ച് കെട്ടാക്കി തലയിൽ വെച്ച് ചോന്നുകൊണ്ട് വരണം. അത് ഈ പറഞ്ഞതിനേക്കാളൊക്കെ ശ്രമകരമായ പണിയാണത്. നാലാമത്തെ ആ ജോലി ഒരു സ്വഹാബി ഏറ്റെടുക്കുന്നതിന് മുന്നേ പറഞ്ഞു, അലയ്യ ജംഉൽ ഹതബി, സ്വഹാബത്തെ വിറക് കൊണ്ടുവരുന്ന പണി ഞാൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് നകിഫീകൽ അമൽ, അങ്ങൊന്നും ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തോളാം നബിയേ. അങ്ങ് ചെയ്യേണ്ടതില്ല, ഞങ്ങൾ ചെയ്തോളാം നബിയേ. ഫഖാല,
അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഫഖദ് അലിംതു അന്നകും തക്ഫൂനി, നിങ്ങൾ എന്റെ പകരം ചെയ്യുമെന്ന് എനിക്കറിയാം, എന്നെ കൊണ്ട് നിങ്ങൾ ജോലി ചെയ്യിക്കൂല എന്നും എനിക്കറിയാം. വലാകിൻ, എന്നാൽ ഞാൻ പറയട്ടെ സ്വഹാബ, അക്റഹു അൻ അതമയ്യസ അലൈക്കും, നിങ്ങളെല്ലാവരും ജോലി ചെയ്ത് കഷ്ടപ്പെടുമ്പോ കൂട്ടത്തിൽ കൂടാതെ മാറി നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല സ്വഹാബ. കൂട്ടത്തിൽ കൂടാതെ മാറി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാനത് കൊണ്ടുവന്നോളാം. എന്താ ഞാൻ കൂട്ടത്തിൽ കൂടാതെ മാറി നിന്നാൽ സംഭവിക്കുക എന്നറിയുമോ? ഫഇന്നല്ലാഹ യക്റഹു മിൻ അബ്ദിഹി അൻ യറാഹു മുതമയ്യിസൻ ബൈന അസ്ഹാബിഹി. ഒരു സംഘം ചേർന്ന് പോകുമ്പോൾ കൂട്ടത്തിൽ കൂടാതെ മാറി നിന്ന് ഒറ്റയ്ക്ക് മാറി നടക്കുന്ന, ഒന്നിനും കൂടാണ്ട് മാറി മാറി കൈയഴുകി നടക്കുന്നവനുണ്ടല്ലോ, അവൻ അള്ളാഹ്ക്ക് ഇഷ്ടല്ല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഹാബികളുടെ ഇടയില് അവിടുന്ന് ഒരാളെ പോലെ അനുയായികളോടുള്ള സ്നേഹമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം സ്വഹാബികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാതെ സ്നേഹിച്ചു, സ്വഹാബത്തിനെ വല്ലാതെ സ്നേഹിച്ചു. സ്വഹാബികളെ കൊണ്ട് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടില്ല. അവരുടെ കൂടെ അവരിൽ ഒരാളെന്ന പോലെ, അവരുടെ കൂടെ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്ന ഒരാള്, എല്ലാം സമ്പാദിക്കായിരുന്നു. അതാ ഇബ്നു അബീ യസാർ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. ഒരുപാട് വസ്ത്രം നെയ്യുന്ന, മെത്ത നെയ്യുന്ന നെയ്ത്ത് വിദ്യയിൽ പ്രമുഖനാണ്, പ്രധാനിയാണ്, നിപുണനാണ് അതാ ഇബ്നു അബീ യസാർ റളിയല്ലാഹു അൻഹു. അത്താഇനോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല, അത്താഎ ഒരു നല്ല മെത്ത എനിക്ക് നെയ്തു കൊണ്ടുവരണം, ഞാൻ കിടക്കുന്നത് ഇത്തിരി പരുപരുത്ത ഈത്തപ്പനയുടെ ഓലയാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുടെ ദുആ പോലും ഈ ഉമ്മത്തിലെ മിസ്കീന്മാരെ പോലെ ജീവിക്കണം എന്നായിരുന്നു. അങ്ങനെ തന്നെ മിസ്കീനായി ജീവിച്ചു മരിക്കണം എന്നായിരുന്നു ആഗ്രഹം. കാരണം ഏറ്റവും താഴെയുള്ളവന്റെ വേദന അറിഞ്ഞ ആളാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണക്കാരനാവാമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ വേദനിപ്പിച്ച സംഭവമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ കിടന്നപ്പോൾ, നബി തങ്ങളുടെ ശരീരത്തിൽ അവിടുന്ന് കിടന്നുറങ്ങിയപ്പോൾ, ഈത്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ പായയുടെ പരുപരുക്കൻ രീതി അവിടുത്തെ ശരീരത്തിൽ അടയാളം ഉണ്ടാക്കിയത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഒരു വ്രണം പോലെ, അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വേദനിപ്പിച്ചതാണ്. അവിടുത്തെ സ്വഭാവം കാണാം. എവിടെയെങ്കിലും വന്നാൽ നിലത്തിരിക്കാൻ, താഴെ ഇരിക്കാൻ, കസേര കൊണ്ടുവരണം പറയില്ല. ഒരു നേതാവിന്റെ എല്ലാ ക്വാളിറ്റിയും പ്രിയപ്പെട്ട അനുയായികളെ ജീവന് തുല്യം സ്നേഹിച്ച നബിയാണ് മുഹമ്മദ് മുസ്തഫ. നമ്മളോട് അത്ര ഇഷ്ടമാണ്, ഉമ്മത്തിനോട് അത്ര ഇഷ്ടം. സ്വഹാബികൾ എല്ലാവരും അങ്ങനെയാ വിശ്വസിച്ചത്. സ്വഹാബികൾ ചിന്തിച്ചു, ഏറ്റവും ഇഷ്ടം എന്നോടാണ്, പെരുമാറ്റം അങ്ങനെയാണ് തോന്നിച്ചിട്ടുള്ളത്. ഏറ്റവും ഇഷ്ടം എന്നെയാ, അള്ളാഹുവിന്റെ ഹബീബിനെ ഏറ്റവും ഇഷ്ടം എന്നെയാ, അല്ല എന്നെയാ. ഓരോ സ്വഹാബത്തും അങ്ങനെയാ ചിന്തിച്ചത്. മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്ന ഒരു സംഭവം, മഹാനായ അബുൽ ഹസൻ നൂറുദ്ദീൻ അലിയുൽ ഹാഷിമി ഹൈസമി തങ്ങള് അദ്ദേഹത്തിന്റെ മജ്മഉസ് സവാഇദ് എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിലവിൽ ഉസാമ ഇപ്പോൾ ഉള്ളത് റസൂലുള്ളാഹിയുടെ വീട്ടിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഹബീബ നബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ പുന്നാരിച്ചു കൊണ്ട് നടന്ന പോലെ നബി തങ്ങൾ പുന്നാരിച്ച സ്വഹാബിയാണ് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. ഒരു പേരക്കുട്ടിയെ പോലെ സ്നേഹിച്ചു കൊണ്ടിടുന്ന ഉസാമ എപ്പോഴും റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലുണ്ടാവും. വെള്ളം എടുത്തു കൊടുക്കാനും അതിനും ഇതിനും വാതിൽ തുറന്നു കൊടുക്കാനും ഒക്കെ ഒരു ഖാദിമായിട്ട് എപ്പോഴും ഉണ്ടാവും. എന്തേത് പോവില്ല. കാരണം അന്നത്തെ കുട്ടികൾക്ക് സ്കൂളിലും മദ്രസയിലൊന്നും പോകാനില്ലല്ലോ. ചെറിയ കുട്ടിയാണ് ആര്? ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയുകയാണ്, ഞാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലാ. അന്നത്തെ ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജ്യേഷ്ഠനും അനുജനുമാണ്. ജഅഫറും അലി റളിയല്ലാഹു അൻഹു ജ്യേഷ്ഠനും അനുജനുമാണ്. പിന്നെ ഉള്ള ആള് സെയ്ദ് ബിൻ ഹാരിസയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ വളർത്തു മകനാണ്.
മൂന്നുപേരും മക്കൾക്ക് തുല്യ. സല്ലല്ലാഹു അലൈഹി വസല്ലം. സെയ്ദ് ബിൻ ഹാരിസ. ഒന്നുകൂടി പറയാം, ഈ സെയ്ദ് ബിൻ ഹാരിസയുടെ മോനാണ് ഉസാമത്ത് ബിൻ സെയ്ദ്. ഇപ്പൊ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ കൊച്ചുകുട്ടി, ആ സ്വഹാബി കുട്ടി, ഈ 3 സ്വഹാബികളിൽ അവസാനം പറഞ്ഞ സെയ്ദ് ബിൻ ഹാരിസയുടെ മോനാണ്. ഞാൻ പറഞ്ഞത്, ഒരു ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ പുന്നാരിച്ചു കൊണ്ടുവരുന്ന പോലെയാണ് വളർത്തു മകനായ സെയ്ദിന്റെ മകൻ ഉസാമയെ റസൂലുള്ളാഹി കൊണ്ടുവരുന്നത്. വളർത്തു മകൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞ് ഖുർആന്റെ ആയത്ത് ഇറങ്ങുന്നവരെ നബി തങ്ങൾ ആ രീതിയിൽ വളർത്തിക്കൊണ്ട് നടന്ന ആ ഒരു ബന്ധം സ്ഥാപിച്ച ഖുർആനിൽ ആകെ ഒരു സ്വഹാബിയുടെ പേരെ പറഞ്ഞിട്ടുള്ളത് ഈ സെയ്ദിന്റെ പേരാണ്. ഈ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് മാത്രം, ഒരു സ്വഹാബിയുടെ പേരെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് സെയ്ദിന്റെ പേരാ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മകനാണ് ഉസാമ. ഉസാമ ഇപ്പൊ റസൂലുള്ളാഹിയുടെ വീട്ടിലുള്ളത് റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ വീട്ടിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉസാമ റളിയല്ലാഹു അൻഹു പറയാണ്, അന്നത്തെ ദിവസം ഒരു സംഭവം ഉണ്ടായി. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബും റളിയല്ലാഹു അൻഹു, കൂട്ടത്തിൽ എന്റെ വാപ്പയായ സെയ്ദ് ബിൻ ഹാരിസയും റളിയല്ലാഹു അൻഹു, 3 പേരും ഒരുമിച്ച് കൂടി ഒരിടത്ത്. അപ്പൊ മഹാനായ ജഅഫർ പറഞ്ഞു റളിയല്ലാഹു അൻഹു, അനാ ഹബ്ബുക്കും ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് 3 കൂടി ഇരിക്കുമ്പോ ജഅഫർ റളിയല്ലാഹു അൻഹു അറിയാതെ പറഞ്ഞത്, അതെ, നമ്മള് 3 പേരില് അള്ളാന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടം എന്നെയാണല്ലോ. നിന്നെ അവിടെ എങ്ങനെയാ? റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാ. ജഅഫർ റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബിന് ഏറ്റവും ഇഷ്ടം എന്നെയാണ്. കേട്ട ഉടനെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനാ അഹബ്ബുക്കും ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ 2 ഇഷ്ടം തന്നെയാ എന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അപ്പൊ സെയ്ദ് ബിൻ ഹാരിസ പറഞ്ഞു, അല്ലടോ, അനാ അഹബ്ബുക്കും ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടം എന്നെയാ, നിങ്ങളെ 2 എന്നെ ഇഷ്ടം. തർക്കായി. 3 സ്വഹാബത്തും കൂടി തീരുമാനിച്ചു, ഇൻതലിഖൂ ബിനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ നസ്അലഹു. നമുക്കിടയിൽ തർക്കം വേണ്ട, ഹബീബിനോട് തന്നെ നേരിട്ട് ചോദിക്കാം, നമുക്ക് അങ്ങോട്ട് പോവാം. ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെന്ന് ചോദിക്കാൻ തീരുമാനിച്ചു. 3 കൂടി ചെന്നു. ഹത്താ നസ്അലഹു. 3 കൂടിയിട്ട് ചോദിച്ചു. ആദ്യം ഉസാമ ചോദിച്ചു റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ചോദിച്ചു. ചോദിക്കാൻ വേണ്ടി സല്ല നബിയുടെ വീട്ടിലേക്ക് എത്തി. ഫജാഉ യസ്തഅദിനൂനഹു. നബിയുടെ വീട്ടുവാതിൽക്കൽ ചെന്നു കയറി ചെല്ലാൻ അനുവാദം ചോദിച്ചു. ഫഖാല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മഹാനായ ഉസാമയോട് പറഞ്ഞു, ഖുർജ്. ഉസാമ അങ്ങ് ചെന്ന ആരോ വാതിൽക്കലുണ്ട്. ഫൻളുർ, ആരാണെന്ന് നോക്കി ഉസാമ. മൻ ഹാഉലാഇ. വാതിൽക്കാരണ്ട് വന്നിട്ട് പോയി നോക്കിയ വാതിൽ തുറന്നെടുത്തേ. വീട്ടിലുള്ള ഉസാമ റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ അങ്ങോട്ട് ചെന്നു, വാതിൽ തുറന്നു. ഫഖുൽതു, ഞാൻ വിളിച്ചു പറഞ്ഞു, നബിയേ, വന്നിരിക്കുന്നത് മറ്റാരുമല്ല, ജഅഫറാണ്, അലിയാണ്, സെയ്ദാണ് റളിയല്ലാഹു അൻഹു. എന്റെ വാപ്പയാണ് വന്നെന്ന് ഞാൻ പറഞ്ഞില്ല. മാഖുലു അബി, എന്റെ വാപ്പയും കൂടി വന്നിട്ടുണ്ടെന്നല്ല പറഞ്ഞത്. ജഅഫർ ഉണ്ട്, അലി ഉണ്ട്, സെയ്ദ് ഉണ്ട് റളിയല്ലാഹു അൻഹു. ഈ 3 സ്വഹാബികളാ വന്നതെന്ന് ഞാൻ നബിയോട് പറഞ്ഞു. അപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അവരോട് ഇങ്ങോട്ട് കടന്നു വരാൻ പറയും. അവരോട് ഇങ്ങോട്ട് കടന്നു വരാൻ പറയും. ഫദഖലു. മഹാനായ അലി റളിയല്ലാഹു അൻഹു, മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു, മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു, ഈ 3 സ്വഹാബികളും കൂടിയിട്ട് നബിയുടെ അടുത്തേക്ക് ചെന്നു. സ്നേഹത്തോടുകൂടെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കി. അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വഹാബികൾ തന്നെയാണുള്ളവരും. പക്ഷെ ആരോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് അവിടെ അറിയേണ്ടത്. അങ്ങനെ ഇരിക്കെ അവര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൻ അഹബ്ബു ഇലൈക. ഞങ്ങളെ 3 മൻ അഹബ്ബു ഇലൈക നബിയെ, ഏറ്റവും ഇഷ്ടം അങ്ങ് ആരോടാണ്? അങ്ങക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? 3 പേരുടെയും ചോദ്യത്തിന്റെ ആ ഒരു ട്യൂൺ മനസ്സിലാക്കിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം ഫാത്തിമയാ. എനിക്ക് ഏറ്റവും ഇഷ്ടം നബിയെ, അങ്ങക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ? എന്താ സംശയം? എനിക്ക് ഏറ്റവും ഇഷ്ടം ഫാത്തിമയെ റളിയല്ലാഹു അൻഹാ. ഖാലു, ഇല്ല നബിയെ, നസ്അലുക അനിർ റിജാലി. ആണുങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഈ വന്നവരിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ടാവില്ല, അതാരാന്ന് ചോദിച്ചു. അപ്പൊ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അമ്മാ അന്ത യാ ജഅഫർ. ജഅഫറെ, മോനെ ഇങ്ങ് വന്നേ. ജഅഫർ ഇബ്നു അബീ താലിബിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മുഖത്തേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, അൻത യാ ജഅഫർ ഫഅസ്ബഹ ഖൽഖുക ഖൽഖി വഅസ്ബഹ
ഖുലുഖുക ഖുലുഖി വഅൻത മിന്നി വസദറതി. ജഅഫറേ, എല്ലാവരും പറയാറുണ്ട്, എന്റെ കുടുംബമല്ലേ മോനെ നീ, എന്റെ ചോരയല്ലേ നീ. മുഹമ്മദ് നബിയോട് രൂപം കൊണ്ടും ശരീരഭാഷ കൊണ്ടും സ്വഭാവം കൊണ്ടും ഏറ്റവും സാമ്യമുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ജഅഫറാണെന്നാ പറയാ. അത്രത്തോളം നീ എന്റെ ഭാഗമാ, എന്റെ അംശമാ സയ്യിദുനാ റസൂലുള്ളാഹി. ജഅഫറിനെ ചേർത്ത് പിടിച്ചിട്ട് റളിയല്ലാഹു അൻഹു മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. വലിയ സന്തോഷായി. അപ്പൊ അലി റളിയല്ലാഹു അൻഹു, അലിയെ ഇവിടെ വന്നേ, ഫഖത്നി അലി അൻത ഫഖത്നി. അലിയെ, നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട് ട്ടോ. എന്താണ്? എന്റെ മരുമകനാണ് നീ. മാത്രവുമല്ല വാബുൽദി, എന്റെ മക്കളുടെ വാപ്പയാണ്, എന്റെ ഹസന്റെ ഉപ്പയാണ്, എന്റെ ഹുസൈന്റെ ഉപ്പയാണ്. അലി, അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട്. വാനമിൻക, ഞാൻ നിന്റെ ഭാഗമാ, നീ എന്റെ ഭാഗമാ. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ചോരയുടെ ബന്ധമുണ്ട്. ആദ്യം വിളിച്ചത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ജ്യേഷ്ഠനെയാണ്. രണ്ടാൾക്കും സന്തോഷം. പിന്നെയുള്ളത് സെയ്ദിനെയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ നബി തങ്ങൾ സ്നേഹത്തോടു കൂടെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മാ അൻത യാ സെയ്ദ്, ഓ സെയ്ദേ, നീ ആരാണെന്ന് ഞാൻ പറയട്ടെ. ഫമൗലായ, എന്റെ കയ്യിലുള്ള പണം കൊടുത്ത് ഞാൻ നിന്നെ വാങ്ങിയതാ. നീ ഒരു അടിമയായിരുന്നു, നിന്നെ ഞാൻ അടിമത്തത്തിൽ നിന്നും ഒരുപാട് പണം കൊടുത്ത് മോചിപ്പിച്ചാൽ അതിനർത്ഥം എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാ സെയ്ദേ. മാത്രവുമല്ല വമിന്നി, നീ എന്റെ മോന. വഅഹബ്ബുൽ ഖൗമി ഇലയ്യ, എല്ലാ ആളുകളുടെ കൂട്ടത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാ. അത്രത്തോളം സ്വഹാബത്തിൽ ഓരോരുത്തരും വിചാരിച്ചു നിബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാ. ഇതൊരു വലിയ ക്വാളിറ്റി തന്നെയാണ്. എല്ലാവരെയും അങ്ങനെ സ്നേഹിച്ചു, എല്ലാവരെയും അങ്ങനെ ചേർത്ത് പിടിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായി സമൂഹത്തെ കൊണ്ടുനടന്നിട്ടുള്ളത് വെറുതെ ഒന്നുമല്ല. അൻത ഉമ്മുൻ പാടിയത് അങ്ങനല്ലേ? അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയെക്കാളും വാപ്പയെക്കാളും നമ്മോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്നത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അനുഭവിക്കാൻ കിട്ടണം, റസൂലുള്ളാഹിനെ അനുഭവിക്കാൻ കിട്ടണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തോട് ചേരാൻ കഴിയണം. സ്വലാത്തിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. സ്വലാത്തിലൂടെ മാത്രമേ സാധ്യമാകൂ അവിടത്തോട് ചേരാൻ. സ്വലാത്ത്, നിരന്തരം സ്വലാത്ത്. അവിടുത്തെ ഇഷ്ടക്കാരനായി, അവിടുത്തെ ഇഷ്ടം നമ്മോട് ഉണ്ടാവും. അവിടുത്തെ ഇഷ്ടം നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന പോലെ നബി തങ്ങൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. ഇതൊക്കെ ഖുർആനും ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യ. സ്വഹാബികളുടെ ജീവിതം ആ അർത്ഥത്തിലാണ് പോയിട്ടുള്ളത്.